ഞാൻ പോവാ ചേച്ചി. ഇതെന്താ ഇങ്ങനെ? പെട്ടെന്ന് പോണം തോന്നി. എന്താ കുട്ടി ഇത്? ഇന്നലെ എന്തോ അരുതാത്ത സംഭവിച്ചു കരുതി പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പുറപ്പെടുക? ഇല്ല ചേച്ചി, ഞാൻ നേരത്തെ തന്നെ പോണെന്ന് വിചാരിച്ചതാ. എവിടേക്ക്? തൽക്കാലം ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ. അവിടെ നീ തനിച്ച് നിൽക്കാൻ പോവാ? തനിച്ചല്ല, രാത്രിയിൽ ആമിനമ്മ വിളിച്ച് കൂട്ടുകടത്തിക്കോളാം. വാസോട്ടം പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ചോദിച്ചിട്ട് പോകായിരുന്നു നിനക്ക്. ചേച്ചിയുടെ കാര്യമാണെങ്കിൽ വാസുവിനോട് ചോദിക്കണം. ഇതിപ്പോ എന്റെ കാര്യം, അത് ഞാൻ തീരുമാനിച്ചോളാം. എന്നാലും ശ്രീകുട്ടി, ഇങ്ങനെ വാശി വേണ്ട. വാസോട്ടം വന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഒരാപത്തിലും ചാടില്ല. വല്ലവരുടെയും കുടുംബത്തിൽ താമസിക്കുന്നതിനേക്കാൾ ഭേദം സ്വന്തം വീട്ടിൽ തനിച്ച് താമസിക്കുന്നല്ലേ. എന്നെ കാക്കാൻ എനിക്കറിയാം. ഞാൻ ഇറങ്ങാം. വാസോട്ടം വരുമ്പോ ചേച്ചി പറഞ്ഞാ മതി. എവിടേക്കാണാവോ കെട്ടും പാണ്ടൊക്കെ ആയിട്ട്? കാശിക്ക് എന്ന് പോരുന്നുണ്ടോ? ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾക്ക് ഒരു അറുതിയാകും. അതല്ല നരകത്തിലാണ് ബർത്ത് റിസർവ് ചെയ്തിരിക്കുന്നെങ്കിൽ ഇവിടെ തന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? അവളുടെ ഒരു അഹമ്മതി കണ്ടല്ലേ. ഇവിടെ ഇതുവരെ ആരും ഓർക്കത്ത് കയറി പിടിക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയുള്ളവര് പഴി ചേരാൻ വേണ്ടി നീ ഒരുക്കി നാടകമല്ലേ ഇത്? മതി, ഇത് മനുഷ്യർ താമസിക്കുന്ന വീടൊന്നും അല്ലല്ലോ, താടകയുടെ യക്ഷിയുടെയും കൂടാരമല്ലേ. പാവം എന്റെ ചേച്ചിക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ ഈശ്വര. ഇരിക്കുന്നുണ്ടല്ലേ രണ്ടും. അയ്യടാ, മോൾ ഉറങ്ങിയോ? നാളെ മോളെ പോളിയോ എടുപ്പിക്കാൻ കൊണ്ടുപോകണം. ശ്രീകുട്ടിയും കുട്ടി നീ കൊണ്ടുപോയാ മതി. ശ്രീകുട്ടി ഇവിടെ ഇല്ല, അവള് പോയി. പോയോ? എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്താ, ഇന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടല്ല, ഇന്നലെ രാത്രിയിലെ കാര്യം തന്നെ. അവൾക്ക് പോണെന്ന് ഒരേ വാശി. അവൾ ഒറ്റയ്ക്ക് അവിടെ താമസിക്കൂ? ആമിനമ്മ വന്ന് രാത്രിയിൽ കൂട്ടുകിടന്നോളും, അതുകൊണ്ട് പേടിക്കാനില്ല. എന്നാലും ഒരാൺ തുണ ഇല്ലാതെ ആ വീട്ടിൽ തനിച്ച്. വാസുവേട്ടനൊന്ന് അവിടം വരെ പോയി അവൾ അവിടെ എത്തിയൊന്ന് തിരക്കണം. ഇവിടുന്ന് പോയപ്പോ മുതല് എനിക്കൊരു സമാധാനമില്ല.